എല്ലാവർക്കും അജി ഫാം ലൈഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻക്യുബേറ്റർ മേടിച്ചിട്ടുണ്ട്. അത് മാനുവലായിട്ടുള്ള ഇൻക്യുബേറ്ററാണ്. അപ്പോൾ ഇതിന് വന്നു. അപ്പോൾ നമ്മളിവിടെ കൊടുന്ന് സെറ്റ് ചെയ്തു, എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇത് വന്നിട്ടുള്ളത് KRS ഇൻക്യുബേറ്റേഴ്സ് എന്നുണ്ട്, പാലക്കാടുള്ളതാണ്. അപ്പോൾ ഇതിന് വന്നിട്ടുള്ളൊരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 രൂപയാണ് 100 മുട്ട വയ്ക്കണതിനുള്ളത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇതിൽ ബൾബ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു ബൾബ് മേടിച്ചിട്ടു. ഞാനിപ്പോൾ ഒരു 60-ൻ്റെ ബൾബാണ് വാങ്ങിയിട്ട് വെച്ചുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു ഫാന്, അതുപോലെ ഒരു സെൻസർ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ നമ്മളൊരു പേപ്പർ വയ്ക്കണം എന്നാണ് ഇവരുടെ ഇതിലുള്ളത്. ഒരു സ്ലിപ്പ് ഉണ്ടാവും, നമുക്ക് ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ വെച്ചിട്ട് നോക്കുമ്പോൾ അതിലൊരു പേപ്പർ ഇടണം എന്നാണ്. അതിൽ ബ്ലഡൊക്കെ വരുമ്പോൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ബുക്കൊക്കെ വെക്കണ പുതിയണ ബ്രൗൺ പേപ്പർ വെച്ചെടുക്കണ്. അപ്പം ഇനി എന്തെങ്കിലും വല്ല ബ്ലഡിൻ്റെ ഇതാവുകയാണെങ്കിലും പുറത്താവാതിരിക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഇത് കൊണ്ടുവരുന്ന ടൈമിൽ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു കൊറിയറിൻ്റെ. അപ്പോൾ അത് ഞാനൊരു സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു. ഉൾഭാഗത്ത് കുറച്ച് ഫെവിക്കോളൊക്കെ വെച്ച് സെറ്റാക്കി. അതൊന്നും കുഴപ്പമില്ല, എയർ പുറത്തേക്കൊന്നും പോയില്ല, ഒക്കെ ക്ലിയറാക്കി എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു രൂപം. ഇതിലിപ്പോൾ നമ്മളൊരു 10-26 മുട്ട നമ്മുടെ കയ്യിലിപ്പോൾ റെഡിയിലുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതൊന്നല്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്ത് വെച്ചതിന് ശേഷമാണ് ഇതിൽ വെക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിത് ഒരു 2-4 ദിവസത്തെ മുട്ട പുറത്ത് വെച്ചെടുക്കുമായിരുന്നു. ആ കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതൊരു 26 മുട്ട ഇതിൽ നിരത്തി വയ്ക്കാം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞുള്ളത്, ഇതിൽ നമ്മുടെ 1 ലിറ്ററിൻ്റെ വെള്ളം കുപ്പി ഒരു 3 ഇഞ്ച് ഹൈറ്റിൽ കട്ട് ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് വെക്കണമെന്നും കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ കോഴിമുട്ടയിലുള്ള വെള്ളത്തിൻ്റെ ജലാംശം കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ഫാനിൻ്റെ ചോട്ടിലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഈ ഫാന് ഈ കാണുന്നതാണ്, സ്ക്വയറായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഒരു മെഷർ ഈർക്കിൽ വെച്ചിട്ട് നോക്കിയാലും മതി. ഇപ്പോൾ ടാപ്പൊന്നും എടുക്കണ്ട. അങ്ങനെ നമ്മളൊരു അളവ് കിട്ടും. ആ അളവ് ഇനി പരിചയമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പേന കൊണ്ട് ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് വെച്ചിട്ടുള്ള പേപ്പറിൽ ഒന്ന് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അവിടെ എടുത്ത് വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, കറക്റ്റ് ഫാനിൻ്റെ ചോട്ടിലായിരിക്കും. ഇനിയിപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവണ്ട. കണ്ട, കറക്റ്റ് ഒരു മെഷർ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്ത് അതുപോലെ വെള്ളം നിറച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിൽ വ്യത്യാസം വരുമ്പോൾ ലൈറ്റ് കത്തും. കറക്റ്റ് ചൂടായി കഴിഞ്ഞാൽ ലൈറ്റ് കേടും. ഫാൻ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങും. പിന്നെ ഫാൻ വരണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ആണ്, AC ഒന്നുമല്ല. കാരണം അതിൽ ഫാൻ തിരിയണതുകൊണ്ട് ഇപ്പോൾ അധികം വലിയ കറണ്ട് ബില്ലൊന്നും വരില്ല. പിന്നെ ബൾബ് എന്ന് പറയണത് ഒരു ചെറിയ ടൈമാണ് കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ കേടും. പിന്നെ വീണ്ടും ഈ 37.1 ആകുമ്പോൾ വീണ്ടും അത് കത്തും. 7-8 ആകുമ്പോൾ വീണ്ടും കേടും. 37.7 ആയി കഴിഞ്ഞാൽ കേടും. അത് പിന്നെ ആ ചൂട് കുറയണതിനനുസരിച്ച് വീണ്ടും കത്തും. അങ്ങനെ കത്തുക എന്നുള്ള ഒരു കണ്ടീഷനാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ. പിന്നെ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ഒരു 2 കഷ്ണം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. അപ്പോൾ ഒരു വിയാവിരി പോലെയായി. നമുക്കിത് തുറക്കാനും അടയ്ക്കാനൊക്കെ ഒരു സൗകര്യമായി. അതുപോലെ ഞാൻ എവിടെയെങ്കിലും മുട്ടാത്തുണ്ടെങ്കിൽ അവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് വെറുതെ ഒന്ന് ലോക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യണ പോലെ ഒരു ചെറിയൊരു തടസ്സം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യപ്പത്തിലില്ല, എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ അതിൻ്റെ കാര്യമുള്ളൂ. അതിൻ്റെ കട്ട് ഓഫ് ആവണതും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇൻക്യുബേറ്റർ യൂസ് ചെയ്യണത്. ഞാൻ അത് കണ്ടിട്ടുമില്ല. അപ്പോൾ ആ ഒരു കൗതുകത്തോട് കൂടിയിട്ടാണ് ഞാനിത് വരുത്തിച്ചത്. വന്നപ്പോൾ കുഴപ്പമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ മുട്ടയിൽ ഒരു ഫ്ലാഷ് ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചേഞ്ചസ് കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ അതിനെന്താണ് മാറ്റം സംഭവിക്കണേന്നുള്ളത് അറിയാം.
ഇത് വിരിയണ വരയ്ക്കുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോണവരൊക്കെ നമ്മുടെ കയ്യിൽ കാണുക. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും നമ്മുടെ 26 മുട്ട പോകുന്നുള്ളൂ. അതിൽ നമ്മൾ വിലപിടിപ്പുള്ള കോഴികളിനെയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ആൾക്കാർക്ക് ആകുമ്പോൾ അത് വലിയൊരു നഷ്ടം വരാതിരിക്കാനും കൂടിയിട്ട് ഇന്ത്യയിൽ വല്ല പൊട്ടത്തരം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആവർത്തിക്കാതിരിക്കുക. ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയ രീതിയിലാണ് ഇപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തുള്ളത്. ഞാൻ ആളെ വിളിച്ച് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം പറയണം എന്നൊക്കെ. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുള്ള രീതിയിലാണ് ഞാനിതിങ്ങനെ മുന്നോട്ട് പോണത്. അപ്പോൾ അതിനുള്ള വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ എല്ലാവിധ ഹെൽപ്പും ആളുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാനുള്ള എല്ലാ സംവിധാനവും ഈ ലേബലിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. തീർച്ചയായിട്ടും എന്നെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറയും. അപ്പോൾ ഇത് ഒരുപാട് പേര് ഇപ്പോൾ കോഴി വളർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഇന്നത്തെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണ ടൈമിൽ ഇന്നത്തോടെ സാധാരണ നമ്മുടെ വാങ്ങണ മുട്ടയ്ക്ക് 7.50 ഹോൾസെയിൽ വില, 8 റുപ്യ വരെ സാധാ മുട്ടയ്ക്കായി. അപ്പോൾ നാടൻ മുട്ടയ്ക്ക് ഞങ്ങളുടെ ഇവിടെ 12 രൂപ ഉണ്ട്. നമ്മളത് മറ്റേ സൊസൈറ്റി ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് 11 രൂപയാണ് കിട്ടുന്നത്. അവരത് 12 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും വീട്ടമ്മമാർക്കൊക്കെ ഇതുപോലെ കുട്ടികളേനെയും മുട്ടയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു അവസരം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യത്തെ ചാനൽ കംപ്ലൈൻ്റ് ആയി പോയതാണ്. അതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് കുറച്ച് പേര് നമുക്ക് ആവണം. ഇപ്പോൾ 10-20 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി കണ്ട് സഹകരിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാ കർഷകർക്കും കൂടി ഒരു ഉപകാരമാവണ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മുട്ട എങ്ങനെയാണ് ഇതിൽ ഉരുട്ടി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മളൊരു 3 നേരമാണ് ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു കൈ ഇങ്ങനെ മെല്ലെ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വയ്ക്കുക. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക, വൈകിട്ട്. അങ്ങനെ ഒരു 3 ടൈം നമ്മൾ ചെയ്യുക മിനിമം. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 നേരമെങ്കിലും ചെയ്യണം. അതുപോലെ വെള്ളം കുറയണതിനനുസരിച്ച് നമ്മളതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറക്കരുത്. 100 മുട്ടയുടെയാണ്. നമ്മൾ എപ്പോഴും മാക്സിമം എണ്ണം കൂടുതൽ വയ്ക്കുന്നതാണ് നമുക്ക് ലാഭം. ഇതിപ്പോൾ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിലും നമ്മുടെ കയ്യിലുള്ള മുട്ടയും കൂടിയിട്ട് അങ്ങനെ 26 മുട്ട വെച്ചതാണ്. ഇനി നമുക്ക് കൂടുതൽ മുട്ട വെച്ചിട്ട് നമ്മൾ ഇനിയും ഇത് പരീക്ഷിക്കും. ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ 26 മുട്ട വെച്ചത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.